നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FC ബാഴ്സലോണയിലേക്ക് റോഡ്രി ജോയിൻ ചെയ്തു. ഇന്നലെ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നു. ഇനി ഹുലിയൻ അൽവാരസ് എത്തുമോ എന്നുള്ളതാണല്ലോ ആരാധകർ ഉറ്റുനോക്കുന്നത്. ഹുലിയൻ്റെ മാഞ്ചസ്റ്റർ സിറ്റി കാലത്തെ സഹതാരമായിരുന്നു റോഡ്രി. അപ്പോൾ റോഡ്രിയോട് ഇന്നലെ സ്വാഭാവികമായിട്ടും ആ ചോദ്യം മാധ്യമങ്ങൾ ചോദിച്ചു. ഹുലിയൻ വരുമോ? എന്താണ് ഹുലിയനെക്കുറിച്ച് പറയാനുള്ളത്? ഹുലിയൻ ടു ബാഴ്സ, നിങ്ങളെന്ത് പറയുന്നു? അദ്ദേഹത്തിൻ്റെ മറുപടി, അദ്ദേഹം പറയുന്നു, ഹൂലിയൻ ഇപ്പോൾ അത്ലറ്റിക്കോ ഡി മാഡ്രിഡിൻ്റെ പ്ലെയർ അല്ലേ. ഞാൻ അത്ലറ്റിക്കോ മാഡ്രിഡിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ അർത്ഥമില്ല. ഡെക്കോ അതുപോലെ തന്നെ സ്പോർട്ടിംഗ് മാനേജ്മെൻറ്റ് എല്ലായ്പ്പോഴും ഈ സ്ക്വാഡ് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട്. സോ ഹുലിയൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് അവരുടെ ജോബാണ്, ഡെക്കോയുടെയും സ്പോർട്ടിംഗ് മാനേജ്മെൻറ്റിൻ്റെയും ജോബാണ്. അത് അവർ ചെയ്യട്ടെ എന്നാണ് ഇപ്പോൾ റോഡ്രി പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ റോഡ്രിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, പക്ഷെ അദ്ദേഹം അത് തൽക്കാലം തുറന്നു പറയുന്നില്ല. മറ്റൊരു ക്ലബിലുള്ള താരത്തെക്കുറിച്ച് പറയുന്നത് ശരിയല്ല എന്നുള്ള നിലപാടിലാണ് റോഡ്രി നിൽക്കുന്നത്. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണെന്ന് വെച്ചാൽ 1-2 ദിവസം കൂടി ഹൂലിയൻ്റെ കാര്യത്തിൽ ബാഴ്സ വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഡീല് നടക്കുന്നില്ലെങ്കിൽ അവർ മൂവ് ഓൺ ചെയ്യും. കാരണം പിന്നെ സമയമില്ല. പിന്നെ ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരാൻ അവർ മറ്റു നീക്കങ്ങൾ നടത്തും. അതിന് ഓൾറെഡി പ്ലാൻ ബിയും സിയും ഒക്കെ ഡെക്കോയുടെ കയ്യിൽ സെറ്റുമാണ്. അതേസമയം റോഡ്രി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. തൻ്റെ ഐഡൽ ആരാണ്? അത് ബുസ്കറ്റ്സ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ബുസ്കറ്റ്സ് എല്ലായ്പ്പോഴും ഒരു ഗ്രേറ്റ് റോൾ മോഡലാണ്. അദ്ദേഹവുമായിട്ട് എന്നെ പലരും കമ്പയർ ചെയ്യുന്നത് ഒരു പ്രിവിലേജ് ആയിട്ടാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത്. ഞങ്ങൾക്ക് കുറച്ച് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അതേസമയം ഒരുപോലെയുള്ള സിമിലർ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. എന്തായാലും ഇപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് അദ്ദേഹത്തെ പോയി കാണാം. അദ്ദേഹം ബാഴ്സലോണയുടെ റിസർവ് ടീമിനോടൊപ്പം ഉണ്ടല്ലോ എന്നുകൂടി റോഡ്രി പറയുന്നുണ്ട്. എന്തായാലും റോഡ്രി എത്തി, അടുത്തത് ഹൂലിയൻ എന്ന തരത്തിൽ തന്നെയാണ് ബാഴ്സ ആരാധകർ നിൽക്കുന്നത്. പക്ഷേ സംഗതി കോംപ്ലിക്കേറ്റഡ് ആണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.